ഹായ് ഫ്രണ്ട്സ്, സൈക്ലിംഗ് വരവരാണ്. നമ്മുടെ ബാക്ക് കണ്ടാൽ അറിയാം, നല്ല രാവിലെ ടൈമാണെന്ന് നിങ്ങൾക്ക് എല്ലാവരും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. രാവിലെ ഇപ്പോൾ ഒരു 6:30 ആയിട്ടുള്ളൂ. ബാക്ക് ഞങ്ങളെ ഈ പൂക്കാട്ടുപടിയിൽ നിന്ന് ഇടപ്പള്ളിക്കുള്ള റൂട്ടാട്ടത്. അവിടെ ഇപ്പോൾ ഒരു ഇടയിലുള്ളൊരു വയലാണ്. വയലിൽ നല്ല മൂടൽമഞ്ഞ് നല്ലോണം, വയലിൻ്റെ അങ്ങ് അറ്റമൊന്നും കാണാൻ പോലും പാടില്ല. വണ്ടികൾ ചറപറ പോകുന്നുണ്ട് കേട്ടോ സൈഡിൽ കൂടെ. അപ്പോൾ ഈ മൂടൽമഞ്ഞ് കണ്ടുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് രാവിലെ വെറുതെ ഇറങ്ങി നല്ല ഫുഡ് കിട്ടുവാണെങ്കിൽ, എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഫുഡ് കിട്ടുവാണെങ്കിൽ കഴിക്കണം. റെസ്റ്റോറൻറ്റ് റിവ്യൂ ഒന്ന് എടുക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകട്ടോ. ഹായ്, അതെ ഇതാണ് കേട്ടോ നമ്മുടെ HMT റോഡാണ്. HMT റോഡ് സൈക്ലിങ് ആഗ്രഹിക്കുന്ന ആർക്കും ഒരു വട്ടമെങ്കിലും ഈ റൂട്ട് പോകാൻ തോന്നിയിട്ടുണ്ടായിരിക്കും. നല്ല അടിപൊളി ഭംഗിയാണ് ഇത്. ചെറുതായിരിക്കുന്നത് കാണാൻ പറ്റും. എറണാകുളം എടപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എടപ്പള്ളി വണ്ടികൾ ഹൈവേ കൂടെ എന്നിട്ടാണ് ഏരിയ വരാൻ പോവാണ്. ഹായ് ഫ്രണ്ട്സ്, സൈക്ലിംഗ് വരവനാണ്. നമ്മളുള്ളത് ഇവിടെ അമ്മായി സൽക്കാരത്തിലാണ് കേട്ടോ. എൻ്റെ ബാക്കിൽ കടന്നാണ് കട. നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ഏത്തക്കപ്പം ബീഫാണ് കേട്ടോ. ഇവിടുത്തെ അന്ന് ഞങ്ങളൊരു വട്ടം വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഇവിടുത്തെ ചേട്ടായി പറഞ്ഞായിരുന്നു ഇവിടുത്തെ ഏത്തക്കപ്പം ബീഫ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ വന്നതാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മായി സൽക്കാരത്തിൽ നിന്നാണ് കേട്ടോ. ലൊക്കേഷൻ വരുന്നത് പൂക്കാട്ടുപടിക്കും വള്ളത്തോളിനും ഇടയിലായിട്ടാണ്. ഇവിടുത്തെ ഏത്തക്കപ്പം ബീഫാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത്. നല്ല വലിപ്പമുള്ള 2 പീസ് ഏത്തക്കായും നല്ല ക്വാണ്ടിറ്റിയിലുള്ള തിക്ക് ഗ്രേവിയിലുള്ള ബീഫ് കറിയും നല്ല ഉഷാറ് ചായയും. ആ ഏത്തക്കാപ്പത്തിൽ നിന്ന് ഒരു പീസ് അടർത്തിയെടുത്ത് നല്ല വെന്തുടഞ്ഞ ബീഫും കൂട്ടി കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, നല്ല അടാറ് ഉഷാറ് ടേസ്റ്റായിരുന്നു കേട്ടോ. ഈ കുടിക്കുന്ന ചായ ഉണ്ടല്ലോ, ഇതൊരു മുതലാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് വേണമെങ്കിൽ ഈ ചായയെ പറയാം. എക്സ്ട്രാ ഒരു പൊറോട്ട കൂടി പറഞ്ഞു. പൊറോട്ടയും കുറച്ച് ഗ്രേവിയും കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീലുണ്ടല്ലോ, അതൊരു വികാരം തന്നെയാണ്.
നല്ല മൊരിഞ്ഞ പൊറോട്ടയും നല്ല ചൂട് തിക്ക് ഗ്രേവിയും അതിങ്ങോട്ട് അടർത്തിയെടുത്തിട്ട് കുഴച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീലുണ്ടല്ലോ. അടാറ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതല്ല ഈ സ്ഥലത്തിൻ്റെ പേരാ കുഴുവേലിപ്പടി. കുഴുവേലിപ്പടി പൂക്കാട്ടുപടിക്കും എടപ്പള്ളിക്കും ഇടയിലല്ലേ? അമ്മായി സൽക്കാരം. നമ്മുടെ ഈ ബീഫിനും ഏത്തക്കാപ്പത്തിനും എത്ര റേറ്റ് വരുന്നത്? 120. 120. മറ്റേ നമ്മുടെ ദം ബിരിയാണി ബീഫ് 140. ചിക്കൻ 120. ചിക്കൻ 100. അപ്പോൾ ബായ് മച്ചാന്മാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബും ലൈക്കും അടിക്കാൻ മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ടുള്ള വീഡിയോസ് ഇനി പവറാക്കാൻ പറ്റുള്ളൂ കേട്ടോ.